പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂൺ മാസത്തിലെ തിരുഹൃദയ മാസത്തിൻ്റെ അവസാന ദിവസമാണ്. നമ്മൾ ഈ മാസത്തിലെ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ വലിയ കരുണ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നിങ്ങൾ പലരും ചോദിച്ചിരുന്നു, വെച്ചാൽ ഇതിൽ അച്ഛൻ്റെ ടോക്കല്ലാതെ ചെറിയ ചെറിയ വാട്സപ്പ് സ്റ്റാറ്റസുകളും വീഡിയോസൊക്കെ കണ്ടിരുന്നു. അതൊക്കെ നമ്മളുടെ ചിറയ്ക്കൽ ഇടവകയിലെ ലിജോ എന്ന് പറയുന്ന നമ്മുടെ ഹോറർ മിനിസ്ട്രിയിലെ ഒരു സജീവാംഗമാണ്. അപ്പോൾ സൈജു ഡെയിലിയുള്ള ശുശ്രൂഷകൾ, ലിജോ വാട്സപ്പ് സ്റ്റാറ്റസുകളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗാനത്തിൻ്റെയൊക്കെ നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലുള്ള വചനങ്ങളൊക്കെ അങ്ങനെ രണ്ട് വിങ്ങായിട്ടാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ലിജോനെ പ്രത്യേകമായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടതുപോലെ തന്നെ ഒരുപാട് മക്കൾ ശരിക്കും ഇതിൻ്റെ പുറകിൽ ബാക്ക് കർട്ടനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. നാളെ 1-ാം തീയതി നമുക്കറിയാം തിരുരക്തത്തിൻ്റെ, ജൂലൈ മാസം തിരുരക്തത്തിൻ്റെ മാസമാണ്. 2-3 തിരുനാളുകൾ. ഒന്ന് 13-ാം തീയതി റോസാമിസ്റ്റിക മാതാവിൻ്റെ തിരുനാൾ, 16-ാം തീയതി നമ്മളുടെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. അങ്ങനെ പ്രധാനപ്പെട്ട തിരുനാളുകളുണ്ട്. അപ്പോൾ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരുനാളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനം 11:29. അവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയാണ്, ദൈവത്തിൻ്റെ ദാനങ്ങൾ ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നവയല്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾ ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നവയല്ല. നമുക്കറിയാം, ഇത് ശരിക്കും പറഞ്ഞു ആദ്യത്തെ ഇസ്രായേൽ അല്ലേ, നമ്മൾ 2-ാമത്തെ ഇസ്രായേലാണ് നമ്മളെങ്കിൽ ആദ്യത്തെ ഇസ്രായേലിന് കൊടുത്തൊരു വാഗ്ദാനമാണ് അത്. ശരി, ഈ ഒറ്റ കാര്യമാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരു ദൈവ പൈതൽ അവൻ എത്ര തള്ളി പറഞ്ഞവനാകട്ടെ, അല്ല, യഹൂദരുടെ കുറവെന്ന് പറയണത് അവർ നസറായനായി യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നില്ല അല്ലേ. അത് അംഗീകരിച്ചാൽ കഴിഞ്ഞു. അതാണ് പറയുന്നത്, ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളും കൃപകളും ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഇന്ന് ഞാൻ പലപ്പോഴും ചിലരൊക്കെ ആയിട്ട് സംസാരിക്കും, എനിക്ക് ഒരിക്കലും ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല അച്ഛാ, കാരണം അത്രമാത്രം ഈശോ അവസരങ്ങൾ നൽകിയിട്ടും ഞാൻ ഈശോയെ വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഈശോയെ വേദനിപ്പിക്കുന്ന, നമ്മൾ ചെയ്ത പാപത്തേക്കാൾ ഈശോയെ വേദനിപ്പിക്കുന്നത് നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വരാതെ ഓരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ പാപത്തിൽ തുടരുന്നതാണ്. നമുക്ക് ഇന്നത്തെ ഈ ആശീർവാദവേളയിൽ, പ്രത്യേകിച്ച് ദിവ്യ തിരുഹൃദയ മാസമാണ്, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സമയം നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്തണമെങ്കിലും ഒക്കെ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവികാരുണ്യമുള്ള ചാപ്പലിൽ 1.5 മണിക്കൂർ സമയമെങ്കിലും ദിവികാരുണ്യ ഈശോയോടൊന്ന് സംസാരിക്കാൻ പരിശ്രമിക്കുക. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നാളെ തുടങ്ങി തിരുരക്തത്തിൻ്റെ മാസമാണ്, ജൂലൈ മാസം. നല്ല ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.